മുരാരേ ജയ കൃഷ്ണ മുകുന്ദ കരുണാസാഗര കമലനായക കരുണാസാഗര കമലനായക കനകാംബരധാരി ഗോപാല കനകാംബരധാരി ഗോപാല കനകാംബരധാരി ഗോപാല ജയ കൃഷ്ണ മുകുന്ദ മുരാരേ ജയ കൃഷ്ണ മുകുന്ദ മുരാരേ കരുണാസാഗര കമലനായക കരുണാസാഗര കമലനായക കനകാംബരധാരി കരുണാസാഗര കമലനായക കരുണാസാഗര കമലനായക കനകാംബരധാരി കൃഷ്ണ കുവലയദള നീല കൃഷ്ണ കൃഷ്ണ കനകാംബരധാരി ഗോപാല കൃഷ്ണ മുകുന്ദ മുരാരേ രമേശ് ഒന്ന് നിർത്താൻ പറ. കുവലയദള നീലം മധുര മുരളീരവലോലം 10 പൈസ പോലും കയ്യിലില്ല. എല്ലാവരുടെ കാശ് സഞ്ചിയില്ല. ഗോപാലം സ്വരം തെറ്റിക്കരുത്, ശ്രുതി തെറ്റിക്കണ്ട. കമലനായക കരുണാസാഗര കനകാംബരധാരി ഗോപാല കൃഷ്ണ മുകുന്ദ മുരാരേ ജയ കൃഷ്ണ മുകുന്ദ മുരാരേ ജയ കൃഷ്ണ മുകുന്ദ മുരാരേ കരുണാസാഗര കമലനായക കരുണാസാഗര കമലനായക കനകാംബര ഡീസലില്ല. എന്റെ ശ്രീദേവിക്കുട്ടി, ഒരു തുള്ളി ഡീസലില്ല. എനിക്ക് വിശന്നെന്റെ വയറിലെത്തുന്നു. ഇഡലി, ഉത്തപ്പം, വട, സാമ്പാർ, ഓർക്കുമ്പോ തന്നെ എന്ത് രസം അല്ലേ ശ്രീദേവിക്കുട്ടി? അതെ അതെ, നല്ല രസാ. നേരാ നേരാ. അവനവന്റെ കാശ് അവനോ പിടിച്ചോളാം നേരത്തെ പറഞ്ഞല്ലേ, എന്നിട്ട് കേട്ടോ? അല്ല, അതിലിത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു? ശ്രീദേവിയുടെ ഒരു കസിൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഒരു രവീന്ദ്രനാഥൻ നായർ, ഏതോ ഒരു പബ്ലിക് സ്കൂളിന്റെ ഡയറക്ടർ. നേരാ, വെജിറ്റേറിയൻ കിട്ടില്ലെന്നല്ലേ ഉള്ളൂ. എനിക്ക് നോണാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നോണാണെങ്കിലും ഒരു കുഴപ്പവുമില്ല. എനിക്കും എങ്കിൽ ഈ സ്വന്തം കൈ കടിച്ചു പറിച്ചങ്ങ് തിന്നാ മതി. എവിടെ പോയി തെണ്ടിയാലും സ്വന്തക്കാരുടെ വീട്ടിൽ പോയി തണ്ടാൻ ഞാനില്ല. എങ്കിൽ നമുക്ക് പിരിക്കാം. എന്തിനാ പിരിക്കുന്നേ? ഇതൊക്കെ ഒന്ന് വിറ്റാ പോലെ. എന്റെ മാനം കെടുത്താത്ത കൊച്ചേ, ഇതൊക്കെ പൂച്ച. നമുക്ക് വേറെ വഴി നോക്കാം. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ എന്നെ നോക്കിക്കോ. സഞ്ചി പോയതോടെ നിർത്തി. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാ. നമുക്കൊരു പായങ്ങട് വിരിച്ച് മാഷങ്ങട് കിടത്തിയാൽ നല്ല കളക്ഷൻ ആയിരിക്കും. നിന്റെ മറ്റവനെ വിളിച്ച് വിരിച്ച് കിടത്തടാ. കോടമഞ്ഞും വെള്ളിമേഘങ്ങളും നീലവിഹായസും ഒന്നുചേരുന്ന ഈ പുണ്യഭൂമിയിലെ യൂക്കാലിപ്സിന്റെ ഗന്ധമേറി വരുന്ന മന്ദമാരുതം മതിയല്ലോ വിശപ്പടക്കാൻ, അല്ലേ ശ്രീദേവി? ഒന്ന് പോടവിടുന്നു. ഏതായാലും നമുക്കൊരു തൊഴിലറിയാലോ, പാടിപ്പിരിക്കാം. എന്താ?
നല്ല ഐഡിയ. പിന്നൊരു കാര്യം, പലതരത്തിലുള്ള ആളുകളുണ്ടാവും. അതുകൊണ്ട് ആളും തരവും അറിഞ്ഞു പാടിക്കോണം. പിന്നെ ഈ പാട്ടെടുത്ത് പിരിക്കുമ്പോ ട്യൂണിലും എക്സ്പ്രഷൻസിലും അഗാധമായ സെന്റിമെന്റ്സ് വേണം. മനസ്സിലായില്ലല്ലേ? ഷോ കൊണ്ണീരിലെ ചില്ലറ ഒഴുകി വരൂ. എന്നാലേ തുടക്കം നീലാംബരി തന്നെ ആയിക്കോട്ടെ. പോട്ടിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. Get out.
നിങ്ങളെല്ലാം വിവരവും വിദ്യാഭ്യാസമുള്ള പിള്ളേരല്ലേ? കുറച്ച് കാശ് പോയെന്ന് വെച്ച് ഇതാണോ ചെയ്യേണ്ടത്? ഒന്നാമത് സീസൺ, എന്തേലും ഫോറിനേഴ്സാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അവരെല്ലാം നമ്മുടെ നാടിനെ പറ്റി എന്ത് വിചാരിക്കും? പോരാത്തതിന് കേരളത്തിൽ നിന്ന് ഒരു IPS ഓഫീസർ വന്നിട്ടുണ്ട്. അദ്ദേഹം എന്ത് വിചാരിക്കും? അത് പിന്നെ വയറ് വിശന്ന ഇതല്ല, ഇതിനപ്പുറം ചെയ്തു സാറേ. എന്താ പറഞ്ഞത്? ഹേയ്, ഒന്നും പറഞ്ഞില്ല. ഇതെന്തെന്നേച്ച് ഇവിടുന്ന് സ്ഥലം വിട്ടോണം. അയ്യോ, അപ്പൊ ഡീസൽ അടിക്കാനുള്ള കാശോ? അത് തെണ്ടി പിരിച്ചില്ലേ? ഇവിടെങ്ങാണ് ഇനി നിങ്ങളുടെ പാട്ട് കേട്ടാൽ എന്റെ സ്വഭാവം മാറും. ഈ പെമ്പിള്ളാരുള്ളതുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ ഇടിച്ച് ഞാൻ എല്ലാത്തിനും എല്ലൂരിയനെ. ഞാനൊരു അധ്യാപകനാ സാറേ. ആ, മനസ്സിലായി മനസ്സിലായി. കൊടുക്കണോ? ഞാൻ പോട്ടെ ജോസഫേ. ഓക്കെ സാർ. നല്ല വീക്ക് കൊടുക്കുന്നതിന് പകരം ശാപ്പാട്. എന്ത് ചെയ്യാനാ സാറേ, പിള്ളേരല്ലേ. എന്നാ നടു റോട്ടിലെ ശബ്ദം പോട്ട് ഡപ്പാങ്കുത്താടേ, ഇടിച്ച് പിരുത്തുകളയും. ജാഗ്രത. എന്തിനാ സാറേ തമിഴ് പറഞ്ഞ് വിഷമിക്കുന്നേ? ഞങ്ങളൊക്കെ മലയാളികളാ. എന്നാലും മലയാളികളുടെ മാനം കളയാൻ സാറേ 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 സാർ ഒന്ന് നിക്കണേ. സാറിനോടൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? സാർ കെട്ടിയതാണോ? അല്ല. എന്താ നോട്ടമുണ്ടോ? അയ്യോ, അതിനല്ല. നോക്കിക്കോ, സാറ് കെട്ടാൻ പോകുന്ന പെണ്ണ് ഒരു പാട്ടുകാരിയായിരിക്കും. ശ്രുതി തെറ്റിച്ച് തെറ്റിച്ച് പാടി പാടി സാറിനെ കൊല്ലും. ദേ ദേ നോക്കിക്കേ, കരുനാക്കാം. ടാറ്റാ. രവിയേട്ടൻ വന്നിട്ടുണ്ട്. എന്തെങ്കിലും കൂടെ കാണും. ഈശ്വരാ, രവിയേട്ടൻ എപ്പോ വന്നു? ചേച്ചിയും കുട്ടികളും വന്നിട്ടില്ലേ? ഡീ, കാശ് പോയെന്ന് പറഞ്ഞ് കൊടൈക്കനാല് മുഴുവൻ നടന്ന് പാട്ടും പാടി തെണ്ടിയിട്ട് വന്നിരിക്കുന്നു. നാളെ ഉണ്ടോ നിനക്ക്? ഓ, അവതാര ലക്ഷ്യം മനസ്സിലായി. ന്യൂസ് കൊണ്ട് വന്നായിരിക്കും. നിനക്കൊന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ ശ്രീദേവി? ഞങ്ങളൊക്കെ പിന്നെ എന്തിനാ ബന്ധുക്കളാന്നും പറഞ്ഞ് അവിടെ കിടക്കുന്നത്? ഫോൺ ചെയ്യാൻ കാശ് വേണ്ടേ? നമ്മുടെ എസ്റ്റേറ്റും ബംഗ്ലാവും അവിടെ കിടപ്പില്ലേടി? അവിടെ പോകാമായിരുന്നില്ലേ നിനക്ക്? അഹങ്കാരമാ, അഹങ്കാരം. അച്ഛനില്ലാത്ത കുട്ടിയല്ലേന്ന് വിചാരിച്ച് ഞാൻ തന്നെ എന്നെ വളർത്തി ചീത്തയാക്കിയത്. ഒക്കെ തീർന്നോളും. നാളെ അവൻ വരും, പോലീസ്. എന്തിന്? നിന്നെ പെണ്ണ് കാണാൻ. എനിക്ക് പോലീസും പട്ടാളം ഒന്നും വേണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മായി, അവക്ക് പെടുകയല്ല. അവക്ക് പറ്റിയത് വല്ല കലാകാരന്മാരുവാ. എനിക്ക് കലാകാരന്മാരൊന്നും വേണ്ട. അതെന്താ? യേശുദാസിന് കിട്ടൂ? യേശുദാസിനെയോ? ഇല്ല. കിഷോർ കുമാറിന് കിട്ടൂ? അറ്റ്ലീസ്റ്റ് ഉണ്ണിമേനോൻ? അതും ഇല്ലല്ലോ. അതുകൊണ്ടാ പറഞ്ഞത് എനിക്ക് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ മതിയെന്ന്. നീ അവനെ ഒന്ന് കണ്ടു നോക്ക്. മിടുക്കന്, IPS കാരന്. ഞാനെന്താ പോലീസുകാർ കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കുത്തി ഇരുന്നിട്ടാ വരുന്നത്. എന്നാലും മോള് സ്കൂളിലൊന്നും വരാതിരുന്നത് രവിച്ചേട്ടന് വലിയ വിഷമമായി പോയി കേട്ടോ. അയ്യനെ മോക്ക് ഇഷ്ടപ്പെട്ടില്ല, കെട്ടണ്ട. നല്ലത് വേറെ വരും. അല്ല, അല്ലെങ്കിൽ തന്നെ നിന്റെ കല്യാണം ഉടനെ നടക്കുന്നതിൽ എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. റിസർവ്ഡ് ആയി പോവല്ലോ. ഇപ്പൊ നോ മാൻസിലാൻ എനിക്കും വല്ലപ്പോഴും വരാം. പുറമ്പോക്ക് കൈയേറാൻ വിദഗ്ധനാണെന്ന് കേട്ടിട്ടുണ്ട്. സ്കൂൾ എസ്റ്റേറ്റൊക്കെ ആയല്ലോ, 10 പൈസ പോലും ചെലവില്ലാതെ. പക്ഷേ ഈ നോമാൻസ് ലാൻഡ് അങ്ങനെ അല്ല. നാണല്ലോ രവിച്ചേട്ടാ? മൂത്ത മോളിൽ 4 വയസ്സിന്റെ വ്യത്യാസം. മീൻസ് അമ്പലപ്പറമ്പ് വഴി മുറിബീടി വലിച്ചോണ്ട് നടന്നിരുന്ന കാലം കെട്ടിയിരുന്നെങ്കിൽ സുമയ്ക്ക് എന്റെ പ്രായം.
മുല്ലപ്പൂ പിരിഞ്ഞു അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യും തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ ഒരു മധുരത്തിനാവിൻ നിന്നെ ആരെയും കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടാവില്ല മോളെ. നിർബന്ധിക്കുന്നില്ല, നിനക്ക് ഇഷ്ടപ്പെട്ടാ മാത്രം മതി. എന്നോട് ചോദിച്ചിട്ട് പറയാമെന്ന് വെച്ചു. വരാൻ പറയട്ടെ? കിടന്നോളൂ, യാത്ര കഴിഞ്ഞ് വന്നതല്ലേ. എന്ത് മാനേഴ്സ് ഇല്ലാത്ത പണിയായി കാണിക്കുന്നു. സോറി. താങ്ക്സ്. സാറ് കിടമ്പോ പെണ്ണ് ഒരു പാട്ടുകാരിയായിട്ട് ശ്രുതി തെറ്റിച്ചു തെറ്റിച്ചു പാടി പാടി സാറിനെ കൊല്ലും. ദേ നോക്കി കൈനറാ. നല്ല തങ്കപ്പെട്ട പയ്യൻ. എന്തൊരു കല, എന്തൊരു വിനയൻ. നിനക്കിഷ്ടമായ മോളെ? ഇവക്ക് പറ്റി? ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറഞ്ഞാ മതി. അതിന് അയാൾക്ക് ഇഷ്ടമുണ്ടേ. അത് നിനക്കെങ്ങനെ അറിയാം? അവര് സന്തോഷമായിട്ടാണല്ലോ പോയത്. പക്ഷെ പോകുമ്പോ അയാൾ ഒരു നോട്ടം നോക്കി, കണ്ടോ? ഞാനെങ്ങും കണ്ടില്ലേ? ആ എന്നാ ഞാൻ കണ്ടു. എടീ, കാര്യം എന്താ വെച്ചാ പറ. അത് അമ്മേ, ഞങ്ങള് കൊടൈക്കനാലിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ട് ഒന്നുടക്കിയതാ. പോയെങ്കിലങ്ങ് പറയടി. ഈ IPS പോയാൽ നിന്റെ IPS വരും, ഇതിൽ IG വരും. IG ഒന്നും വേണ്ടി. IG ആകുമ്പോ ഒരുപാട് പ്രായം വരും. എനിക്കിത് തന്നെ മതി. ഇതിനിപ്പോ എന്താ ഒരു വഴി? അവൾ ഇറങ്ങി വരും. ഒറ്റയ്ക്ക് വിളിച്ച് മാറി നിർത്തി പറയാൻ, എടി പെണ്ണേ, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടാൽ സന്തോഷം, അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അക്കാര്യം നാട്ടുകാരോട് പറഞ്ഞ് വെറുതെ എന്നെ എന്നാ അവളെ ഞാൻ ഇടിച്ച് പിരികളെ. ആ ഇത് തന്നെ, ഇതങ്ങ് പറഞ്ഞാ മതി. കോളേജ് വിടാൻ സമയമായി. ഞാൻ ഒറ്റയ്ക്ക് അയാളുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ അത് വേണ്ട. എടി നീ കൂടെ വടി. വേണ്ട വേണ്ട, എന്റെ മോളങ്ങ് തനി പോയാ മതി. നീ ഒറ്റയ്ക്ക് ചെല്ലുന്നതായിരിക്കും അങ്ങേക്ക് ഇഷ്ടം. എടി, ആ നിൽക്കുന്നാരാ നോക്കി. എവിടെ? അവിടെ. മൈൻഡ് ചെയ്യണ്ട, വേഗം പോരെ. ശ്രീദേവി, ശ്രീദേവി, നിന്നെ വിളിക്കുന്നു.
ചുമ്മാ ഇരിടി പെണ്ണേ. ശ്രീദേവി, ചെല്ലടാ. നിന്നെക്കൊണ്ട് തോറ്റു. ജയശ്രീ, ഞാനും താൻ എന്ത് വിചാരിച്ചാലും ശരി, തന്നെ എനിക്കിഷ്ടമായി. എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇപ്പോ ഇവിടെ വെച്ച് പറഞ്ഞോളാം. വെറുതെ നാട്ടുകാരത്തെങ്ങാനും പോയി പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാലൊന്നുമില്ല, എന്നാലും പറയരുത്. പക്ഷേ എനിക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിച്ച് പിത്തളെ ഞാൻ. ഇത് നമ്മുടെ ജീവൻ തുടങ്ങല്ലേ, നമുക്ക് തുടങ്ങണ്ട. അല്ല, പേടിക്കണ്ട, നമുക്ക് സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കാം. ഞാൻ എന്റെ സർവീസിലെ ചില വീരസാഹസിക കഥകളൊക്കെ പറയാം. ആ, എന്നെ വധിച്ചാ ഞാനും വയ്ക്കും. ഞാൻ പാട്ടുപാടും. എവിടെ? ബാബുട്ടാ, തലക്കിട്ടുണ്ട്. എന്താ മോനെ? ബാബുവേട്ടന് ഒരു അപകടം പറ്റി. എങ്ങനെ? കള്ളക്കടത്തുകാരെ പിന്തുടരുമ്പോ സാറിന്റെ ജീപ്പ് ഒരു കൊക്കയിലേക്ക് വന്നു. 2 പോലീസുകാർ ഉടനെ മരിച്ചു. സാറിനെ മെഡിക്കൽ കോളേജിലെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഭഗവാനെ, എന്റെ കുഞ്ഞിനൊന്നും വരുത്തതേ. ബാബുരാജ്, പറഞ്ഞു പഴകിയ പല്ലവിയോ എസ്കേപ്പിസമോ ആണ് വിചാരിക്കരുത്. മെഡിക്കൽ സയൻസിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ബാബുവിന്റെ കാര്യത്തിൽ ഇപ്പോൾ ആ ലിമിറ്റ് എത്തി.
പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് നോക്കിയാലോ ഡോക്ടർ? പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. തലച്ചോറിനേറ്റ ക്ഷതം പെർമനന്റ് ആണെന്നാണ് വയ്പ്. ഒരു മിറക്കിൾ പോലെ ക്യൂറായ ചരിത്രങ്ങളുമുണ്ട്. പക്ഷെ ഞാൻ പഠിച്ച സയൻസിൽ അതിന് എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. ലെറ്റ് us hope for a miracle. ഒരു മിറക്കിൾ പോലെ ക്യൂറായ ചരിത്രങ്ങളുമുണ്ട്. പക്ഷെ ഞാൻ പഠിച്ച സയൻസിൽ അതിന് എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. ലെറ്റ് us hope for a miracle. Let us hope for a miracle. Let us hope for a miracle. ചാക്കോ, ക്ഷീണം തോന്നുന്നുണ്ടോ? കുറച്ച് ഞാൻ ഓടിക്കാം. ശരി. നിർത്ത്. யாருக்காக தண்டடன் தண்டடன் டைம், இது யாருக்காக? இந்த மாளிகை வசந்த மாளிகை, காதலோவியம் கலர்ந்த மாளிகை. யாருக்காக? தண்டடன் தண்டடன் டைம், இது யாருக்காக? தண்டடன் தண்டடன் டைம், இந்த மாளிகை வசந்த மாளிகை. എന്നാണേ விடுறா, என்னத்த கொடுக்க? புட்டி விடுறா, போட்டு விடுறா, என்ன புடிங்கண்ணே. யாருக்காக? மரணம் என்னும் தூது வந்தது, அது மங்கை என்ற வடிவில் வந்தது. ஸ்வர்க்கமாக நான் நினைத்தது இன்று நரகமாய் மாறிவிட்டது. யாருக்காக? இது யாருக்காக? இந்த மாளிகை வசந்த மாளிகை, காதலோவியம் கலர்ந்த மாளிகை. யாருக்காக? இது யாருக்காக? காதலே போ போ போ. ആർക്കാടാ ഇത്ര അത്യാവശ്യം? നോക്കട്ടെ. വല്ല മന്ത്രിമാരുമായിരിക്കണ, കടത്തി വിട്ടേര് പോട്ടെന്നേ. ആ മെല്ലെ പോയാ മതി. അവിടെ ചെന്നിട്ട് എന്താ ക്യാബിനറ്റ് വിടാൻ പോകുന്നു? இந்த மாளிகை வசந்த மாளிகை, காதலோவியம் கலந்த மாளிகை. யாருக்காக? இது யாருக்காக? എന്നാ തോന്നേ? എന്നാ ഇന്നത്തെ കാര്യം കുശാലും വണ്ടി ഇടിച്ചു പൊളിച്ചിട്ട് കടന്നാളാണോ? ഇങ്ങോട്ടിറങ്ങ്, ഇങ്ങോട്ടിറങ്ങ് പെണ്ണുമ്പിള്ളേ. മുതലാളിമാരെന്റെ വണ്ടി ഇടിച്ചു കളഞ്ഞിട്ട് പോണേ. അയാളുടെ വണ്ടി ഒന്ന് പോയി നോക്ക്. ഇന്നലെ എഞ്ചിൻ
പണി പാച്ച് വർക്കും കഴിച്ചിറക്കി എന്റെ വണ്ടി. കണ്ടോ അരുമയാണ് വണ്ടി, കണ്ടോ? ഇതൊന്ന് പോറിയിട്ടല്ലേ ഉള്ളൂ. പോറിയിട്ടേ ഉള്ളോ? നിങ്ങൾ മുതലാളി പറഞ്ഞ ഒരു പ്രശ്നമല്ല, പക്ഷെ ഞങ്ങൾ പാവത്തുങ്ങൾക്ക് സൈഡ് തരാനിട്ടല്ലേ? ഫോൺ അടിച്ചിട്ട് സൈഡ് ചെയ്യുന്നില്ലെങ്കിൽ നീ നിന്റെ മോളിൽ കൂടെ ചാടിപ്പോവോ? നീ ആളാ ജെയിംസ് ബോണ്ടാ? തണ്ണി പോട്ടിരിക്ക, ഇതാണ് തണ്ണി പോട്ടിരിക്ക, ഇതാണ് തണ്ണി പോട്ടിരിക്ക. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അവിടുത്തെ അടിച്ച് ഫിറ്റായി കിടക്കുന്നത്. അനാവശ്യം പറയരുത്. യോ, ഈ പെണ്ണും വെള്ളം കുടിച്ചിട്ടുണ്ട്. വെള്ളം അടിച്ചോണ്ട് മനുഷ്യനെ കൊല്ലാൻ നടക്കണേ. 500 രൂപ കിട്ടണം. 500 രൂപ. ബമ്പറയിലും തട്ടിയാൽ 500 രൂപ. ക്രാങ്ക് ഒഴിഞ്ഞിരിക്കാൻ. അതെങ്ങനെയാ ബമ്പറയിലും തട്ടിയാൽ ക്രാങ്ക് ഒടിയുന്നേ? ഇന്ന ഊരിലെ അപ്പിടിത്താൻ. ആമാ അപ്പിടിത്താൻ. നിന്നെ ഓട്ടോമൊബൈൽ മെക്കാനിസം പഠിപ്പിക്കാം. ഇന്ന് പോയത് തന്നെ. കാശ് തരാം. ഇന്ന 500 രൂപ. உள்ளே உட்காருமா, உள்ளே இருங்க சார், உள்ளே இருங்க சார், உள்ளே உட்காருங்க சார். அப்படியே ரிவர்ஸ் போட்டு இப்படியே போய் ஃபர்ஸ்ட் போட்டு அப்படியே போங்க. இன்னும் நிறைய மாட்டு வண்டி இருக்கு, பார்த்து போங்கம்மா. ஸ்டார்ட் ஆகல, கை வையடா. இந்த மாதிரி டைம்ல தானே ஹெல்ப் பண்ணலாம். போம்மா, ஓ பார்த்து போமா. இன்னும் மாட்டு வண்டி இருக்கு, தள்ளாம கொல்லாம போமா. 1 2 3 4 5. அவங்க காத்தவத்தோட சொல்லியாச்சு, நம்ம காத்து தான் போயிடுச்சு. ഇരുട്ടുന്നതിന് മുമ്പ് എത്തുമെന്ന് അമ്മ വിളിച്ചു പറഞ്ഞത്. വഴിയിൽ അല്പം വൈകിപ്പോയി. ഒരു ഹീറ്റർ കൂടെ എടുത്തു വെക്കണം കുഞ്ഞി, നല്ല തണുപ്പുണ്ട്. വേണ്ട, കണാരും പോയി കിടന്നോളൂ. ഉറക്കം വരുന്നുണ്ടോ? ഒരു ഗുളിയും കൂടി ഇടട്ടെ? யாருக்காக இது, யாருக்காக இந்த மாளிகை, வசந்த மாளிகை, காதலோவியம் கலந்த மாளிகை. யாருக்காக இது, யாருக்காக இந்த மாளிகை, வசந்த மாளிகை, காதலோவியம் கலந்த மாளிகை. காதலே போ, காதலே
അടിച്ച് ഫിറ്റാണല്ലേ, അവര് കേൾക്കും. എന്നാ കാലത്ത് പറഞ്ഞ് തൊളിക്കാൻ മേലായിരുന്നോ? കണാര, ഇയാൾ ഏതാ? ഞാൻ പറഞ്ഞില്ലേ, രാഘവൻ. ഇവനിവിടെ നാട്ടുകാർക്കൊക്കെ ഒരു സഹായിയാ. പട്ടണത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക, ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ട് വിൽക്കുക, ഇതൊക്കെയാ പണി. എനിക്കൊരു സഹായമാകട്ടെ എന്ന് കരുതി നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചിരിക്കുക. ആളറിയാ ഒരു അബദ്ധം പറ്റിപ്പോയതാ. ആർക്കായാലും ഒരബദ്ധമൊക്കെ കുറച്ച് കാശ് ചെലവായിപ്പോയി. ബാക്കി നാളെ. വേണ്ട, കഷ്ടപ്പെട്ട് സമ്പാദിച്ചല്ലേ, കയ്യിൽ വെച്ചോളൂ. എടാ, എന്താ കുഴപ്പമുണ്ടാക്കിയത്? ഒന്നും പറയണ്ട കണ്ണാരേട്ടാ. നാളെ മുതൽ താമസിക്കാൻ വേറെ സ്ഥലം നോക്കിയാൽ മതി. എന്റെ ഗതി പെരുവഴി. പോനാൽ പോകട്ടും പോടാ. இந்த பூமியில் நிலையாய் வாழ்ந்தவன் யாரடா. போனால் போகட்டும் போடா. എന്നെ തിരിച്ചറിഞ്ഞപ്പോ ആള് ശരിക്കും ചമ്മി കേട്ടോ. ബമ്പർ എന്ന് പറഞ്ഞതിന് അവന്റെ ക്രാങ്ക് ഒടിഞ്ഞെന്ന്. 500 രൂപയെ കാശെന്താ മരത്തി. എന്താ? ഇന്നലെ ആളറിയാതെ ഒരബദ്ധം പറ്റിപ്പോയതാ. എനിക്കാദ്യമേ സംശയം തോന്നി, പിന്നെ തോന്നി വേറെ ആരാണ്ടോ ആണെന്ന്. അതെന്താ? ആരായാലെന്താ സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറുന്നത്? അല്ല, ഇന്നലെ വെള്ളത്തിന്റെ പുറത്ത്. ആഹാ, അപ്പൊ താൻ വെള്ളം അടിക്കുമല്ലോ. അങ്ങനൊന്നുമില്ല, വല്ലപ്പോഴൊരു ശകലം ഇത്തിരി. മേലിൽ മദ്യവെച്ച് ബംഗ്ലാവിന്റെ കോമ്പൗണ്ടിൽ വന്നാലുണ്ടല്ലോ, അന്ന് തന്നെ പുറത്താക്കും. മനസ്സിലായോ? പിന്നൊരു കാര്യം, തന്റെ മറ്റേ ആ നശിച്ച പാട്ടുണ്ടല്ലോ, യാരുക്കാകെയാണോ എന്തോ, അതും വേണ്ട. സാറിനെ ഞാൻ കൊണ്ടുപോവാ. വേണ്ട. അയ്യോ, ഒരു കുഴപ്പമുണ്ടാകില്ല. ബാബുട്ട, ഞാൻ ഇപ്പൊ വരാം. സൂക്ഷിച്ച്. സലാം സാർ. നല്ല മുഖപരിചയം. ചുമ്മാ തോന്നായിരിക്കും അല്ലേ? ഇനി എന്നും രാവിലെ നമ്മൾ 2 രൂപ കറക്കം. എനിക്ക് പണിയില്ലാത്തപ്പം നമുക്കിതുപോലെ പുറത്തു പോവാം. യാർക്കാ ഇത് യാർക്കാ ഹേ? താഴെ അടിവാരത്തൊരു നഴ്സറിയില് കുറെ റോസാ ചെടി കണ്ടു. ഞാൻ നാളെ വണ്ടിയിൽ പോകുമ്പോ വാങ്ങിക്കാം. ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഒറ്റ തുള്ളി അച്ഛനാണ് കഴിച്ചിട്ടില്ല. ഭയങ്കര നടുവേദനയും പനിയും. അല്ല, നമ്മുടെ സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. താനെന്താ പോലീസിലായിരുന്നോ? ഏയ് അല്ല. അപ്പൊ പിന്നെ കള്ളനായിരുന്നോ? അയ്യോ ഇല്ല. പിന്നെങ്ങനെയാ
സാറിനെ പരിചയം. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ഒരു കാർ വരുന്നു. നല്ല പുള്ളികളാ. രാത്രി നേരെ ഇങ്ങ് പോന്നല്ലേ. ബാബുട്ടൻ വല്ലാതെ ടയർഡായി. എങ്കിൽ രാവിലെങ്കിലും വരായിരുന്നില്ലേ? ബാബുട്ടിന് ഒറ്റയ്ക്കാക്കിട്ടോ. സുമേ നീ വന്നേ. നീ അങ്ങ് വലിയ പെണ്ണായി പോയല്ലോ. കെട്ടിക്കാറായി. അല്ല ഞാൻ ഇന്നലെ രാത്രി തന്നെ വന്നേനെ. ലയൺസ് ക്ലബിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോ നേരം പാതിരായി. അകത്തോട്ട് പോ. അല്ല ഇവൻ ഏതാ? നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന കണാരിനൊരു സഹായത്തിന് വരൂ. അല്ല ഇയാളേതാ? ഹൗ ഡു യു ഫീൽ? ഫൈൻ അല്ലേ? ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാം ഭേദമാവും. നല്ലൊരു ഡോക്ടറാണ് കൊടൈക്കനാൽ ഏത് രോഗത്തിനും. ഒരു ദിവസം രണ്ടാളും കൂടെ അങ്ങോട്ട് വരണം. ബാബുവിന് സുഖമായിട്ട് മതി. നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ബുദ്ധിക്കും ശരീരത്തിനും ആ കേട് അല്ലേ? എന്തൊക്കെയാ പറയുന്നത്? അതിനെല്ലാം മനസ്സിലാവും. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കാപ്പി എടുത്തു വെച്ചു. അപ്പോ ഞങ്ങൾ ഇത്തിരി കാപ്പി കുടിച്ചിട്ട് വരാം. ഞാനിപ്പോ വരാം. കുട്ടികളല്ലേ? ഇവിടെ ഒരു ടീച്ചർ ആവണമെന്ന് തോന്നുന്നുണ്ടോ ശ്രീദേവിക്ക്? തമാശയായിട്ട് എടുക്കണ്ട, ഒരു ചേഞ്ചിന് നല്ലതാ. ഇഷ്ടമുള്ള സബ്ജക്ട് എടുക്കാലോ. വേണ്ട, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? മോളെ, ശ്രീദേവി സ്കൂളെല്ലാം ചുറ്റി നടന്നു കാണിക്ക്. എനിക്ക് ഇത്ര പണിയുണ്ട്. രണ്ടൂന്ന് പേരൻസ് വന്നിട്ടുണ്ട്. സതിവാ. ചേച്ചി വാ. എല്ലാ സമയാസമയത്ത് ചോദിച്ച് വേണ്ടതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാ പോയിരിക്കുന്നത്. സാറിന് വിശക്കുന്നോ? കുടിക്കാൻ എന്തെങ്കിലും? പാല് വേണോ അതോ ഹോർലിക്സ് വേണോ? പിന്നെ അയ്യോ, വിസ്കിയാ? ഞാനില്ല, കൊച്ചൻ പറഞ്ഞ എന്നെ കൊല്ലും. കണാരേട്ടനാ? പക്ഷെ വിസ്കിക്ക് ഇപ്പൊ എവിടെ പോവും? മുറി കുറച്ച് പട്ട ഇരിപ്പുണ്ട്, അത് മതിയാ. ഭഗവാനെ, കിടപ്പാടില്ലാതാവോ? ശ്രീദേവി, നീ എന്തിനാ ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്നത്? ബാബുവിന് ഇനി പഴയ ജീവിതം തിരിച്ചു കിട്ടുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? അത്ഭുതം സംഭവിക്കണം. ലെറ്റ് us hope for a miracle. മിറക്കിളും സംഭവിച്ച് അവൻ രക്ഷപ്പെട്ടു വരുമ്പോ അത് അനുഭവിക്കാനുള്ള പ്രായം നിനക്ക് കടന്നുപോകും. നിന്റെ ആരോഗ്യവും സൗന്ദര്യവും പാഴായി പോകുന്നതിൽ സത്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. മോളെ, ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. ഇനി ഒരു വേള ബാബു രക്ഷപ്പെട്ടു വന്നാൽ അന്ന് അവസാനിക്കുന്ന ബന്ധം. നീയും മറക്കും, ഞാനും മറക്കും. ഇനി അതുമല്ല, ഒരാളെ പോരാ എന്ന് തോന്നിയാൽ അന്ന് അവസാനിപ്പിക്കാം. നോ സെന്റിമെന്റ്സ്.
ഈ മുറച്ചിറക്കം നിനക്ക് വേണ്ടി ഇത് കൂടുതൽ എന്ത് ചെയ്യണം? ശ്രീദേവി, ഇപ്പൊ നീ കാണിച്ചത് പാതിവൃത്യം, വെറും സൂഡോ പാതിവൃത്യം. വയസ്സ് 10-45 മോളെ. ഒരുപാട് പെൺപിള്ളേരെയും കണ്ടു. മനഃശാസ്ത്രത്തിൽ അന്തസ്സുള്ളൊരു അക്കാഡമിക് ഡിഗ്രിയും ഉണ്ട്. ആകെ തളർന്ന് സെക്ഷുവലി ഇമ്പോർട്ടന്റ് ആയ ഒരു ഭർത്താവ്, അയാളെ ശുശ്രൂഷിക്കാൻ കാണാൻ കൊള്ളാവുന്ന ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ രാജൻ. ലിമിറ്റിന് ഇപ്പുറത്ത് നിന്നാലും ഒരു സുഖം തന്നെയാണ്. കണ്ടോണ്ടിരിക്കാമല്ലോ. കണ്ടാൽ മാത്രം പോരാ എന്ന് തോന്നും കുറെ കഴിയുമ്പോ. आहा झुम झुम प्यारे प्यारे मेरे मीत लिए, रात सुहाना तेरे मेरे लिए, नींद मेरे सुनो तेरा हवा कोई सुंदर मीठी मीठी भूले जाए सपनों का। आहा झुम झुम प्यारे प्यारे मेरे मीत लिए, हा 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 हा। സാറ് പറഞ്ഞിട്ടാ വിസ്കി കിട്ടിയില്ല, അതുകൊണ്ടാ ചായ. മേലിവിടെ കണ്ടുപോരുത്. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. കണാരാ, എന്താടാ എന്ത് പറ്റി? കണാരാ, ഞാൻ വരുന്നേ. എന്താ നാളെ നേരം വിളിക്കുമ്പോ അവനിവിടെ കണ്ടുപോരുത്. സഹായിക്കാൻ നടക്കുന്നു. സുഖമില്ലാത്ത ചാരാൻ കൊടുത്താണോ സഹായിക്കുന്നത്? സുഖാവുന്നവരെ കുടിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എന്നിട്ടും അയാളെ ശുശ്രൂഷിക്കാൻ കാണാൻ കൊള്ളാവുന്ന ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ രാഘവൻ. ലിമിറ്റിന് ഇപ്പുറത്ത് നിന്നാലും ഒരു സുഖം തന്നെയാ. കണ്ടോണ്ടിരിക്കാമല്ലോ. കണ്ടാ മാത്രം പോരാ എന്ന് തോന്നും കുറെ കഴിയുമ്പോ.
നാളെ പോയാ മതിയടാ. എപ്പോ പോയാലെന്നാ? നീ എങ്ങോട്ട് പോകും? എങ്ങോട്ടെങ്കിലും. നിനക്ക് ആ കുഞ്ഞിനോട് വിഷമം ഒന്നും തോന്നരുത് കേട്ടോ രാഘവ. പാവം, കല്യാണം കഴിഞ്ഞ് 1 മാസമാ ഒന്നിച്ച് ജീവിച്ചത്. പിന്നെ കുറെ കാലം ആശുപത്രി. ഒരിക്കലും സുഖമാകാത്ത സുഖക്കേട്. ഇതുപേക്ഷിച്ച് വേറെ വിവാഹം ചെയ്തോളാൻ കുടുംബക്കാരൊക്കെ പറഞ്ഞതാ. കേട്ടില്ല. ആ വിധി. എനിക്കൊരു വിഷമവുമില്ല. കുറ്റം എന്റെ അല്ലേ? പാവം സാറ്. ഞാൻ ആ സ്വാമിയെ ഒന്ന് കാണിച്ചാലോ എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ ഒരു കാര്യമില്ല. വലിയ വലിയ ഡോക്ടർമാർക്ക് കൈയൊഴിഞ്ഞ കേസാ. പോവുകയായി. വേണ്ട, നിങ്ങളിപ്പോ പോയാൽ അയാൾ ജയിച്ചതുപോലെ ആവും. ആരെ? ആരാ ഈ അയാള്? ആ പവിഴമല്ലിപ്പൂവുറങ്ങി പകലുകാ
രാഘവന് വരൂ. സ്വാമി, ഞാനെന്ന് പറഞ്ഞ കാര്യം. രോഗിയെ ഒന്ന് കാണാതെ ഒന്നും പറയാൻ വയ്യ. ഒന്ന് കൂട്ടിക്കൊണ്ടുവരൂ. അതാ വിഷമം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വാസമുള്ള ആളുകളാണോ എന്തോ. ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ. സ്വാമി വിചാരിച്ചാ ഒക്കെ നടക്കും. ഞാൻ മാത്രം വിചാരിച്ചാ പോരടാ, ദൈവം കൂടി വിചാരിക്കണം. സ്വാമി പറഞ്ഞ ദൈവം കേൾക്കും, എനിക്കറിയാം. താൻ എന്ത് വിഡിത്തമാണോ പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂറോ സർജൻ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാ ഇനി കള്ളസ്വാമി ചെയ്യാൻ പോകുന്നത്. അങ്ങേര് കള്ളസ്വാമിയൊന്നുമല്ല, ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ആളാ. ശ്രീദേവി, നിനക്കെങ്കിലും വിവരമില്ലേ? ഇവിടുത്തെ ലോക്കൽ തമിഴ് ആളുകളെ പറ്റിക്കാനുള്ള വേലകളെ അയാളുടെ കയ്യിലുള്ളൂ. നീ പഠിച്ചവളല്ലേ? തലച്ചോറിനൊരു ഡാമേജ് വന്നാ അത് പെർമനന്റാ. പിന്നെ മിറക്കിളെന്നോ അത്ഭുതമെന്നോ ഒക്കെ പറഞ്ഞ് ഡോക്ടർമാര് നമ്മളെ ആശ്വസിപ്പിക്കും, അത്ര തന്നെ. നസ്യവും നവരക്കയും കൊണ്ട് മാറുന്ന അസുഖം അല്ലിത്. ബാബുവിനെ എങ്ങും കൊണ്ടുപോകുന്നില്ല, താൻ പോയിക്കോ. രാഘവ, പോകാൻ റെഡി ആയിക്കോളൂ. സ്വാമിയുടെ അടുത്തേക്ക് തന്നെ. ഞാൻ ബാബുവിട്ട് നിന്ന് ഡ്രസ് ചെയ്യിക്കട്ടെ. ശ്രീദേവി, ഭർത്താവിന്റെ രോഗം മാറണമെന്ന് വിചാരിച്ചിട്ടോ അതോ എന്നോടുള്ള റിവെഞ്ചോ? രവിയേട്ടനത് മനസ്സിലാവില്ല. നിങ്ങൾ ഇങ്ങനെ കിടന്നുപോയാൽ സതിയേട്ടത്തേക്ക് ചിലപ്പോ അത് മനസ്സിലാവും. ആ എണ്ണ എടുത്ത് ശരീരം ആസകലം തേച്ചോളൂ. രാഘവ, ആ ഇല ഇടിച്ചു പിഴിഞ്ഞ് നീരാക്കൂ. രാഘവ,
ആ കൊണ്ടുവരൂ. രാഘവ, വെള്ളം കൊണ്ടുവന്നോളൂ. ഇനി അല്പനേരം ഉറങ്ങട്ടെ. ഉറങ്ങട്ടെ, നല്ല ക്ഷീണം കാണും. ഞാൻ ഇറങ്ങട്ടെ മോളെ. രാഘവ. സ്വാമി, ഈ രോഗം മാറുമോ സ്വാമി? നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആഗ്രഹിക്കുന്ന അത്ര വേഗത്തിൽ ഫലസിദ്ധി ഉണ്ടായില്ല എന്ന് വെച്ച് ചികിത്സ മുടക്കരുത്. അതൊരിക്കലും ഇല്ല സ്വാമി. എന്ത് ചിലവ് വന്നാലും ചികിത്സ തുടരും. പണമല്ല, കഷ്ടപ്പെടാനുള്ള മനസ്ഥിതിയാ വേണ്ടത്. ദിവസവും ധാര, തിരുമൽ, ഒരുപാട് പച്ചമരുന്നുകൾ, അതത്ര നിസാരമല്ല. അതൊക്കെ ഞാൻ ചെയ്തോളാം സ്വാമി. മരുന്നും വൈദ്യനും രണ്ടാം സ്ഥാനം, ഒന്നാം സ്ഥാനം ഈശ്വരൻ. ഈശ്വരൻ. ബാബുരാജ്, തിരുവാതിര നക്ഷത്രം. ശരി. ഈശ്വര. എന്നാ മാട്ടുകാര തമ്പി അണ്ണേ, സൗഖ്യമാ? എന്നാ രാഘവ, പച്ചമരുന്ന് വ്യാപാരം തുടങ്ങിയാച്ചാ? ஆமா, உன்ன ஒரு மாசமா ஆளே காணும். எங்க ஐயாவுக்கு உடம்பு சரியில்லை, சாமி கிட்ட வைத்தியம் செஞ்சுட்டு இருக்கு. அது இருக்கட்டும், நாளை காலையில பொள்ளாச்சி வரைக்கும் போனோமே, 3 எரும வாடகை கொண்டு வரதுக்கு, 2 தள்ள ஒரு பிள்ளை. பொள்ளாச்சி கிள்ளாச்சல்ல, அப்புறம் முதல்ல ஐயாவுக்கு உடம்பு சரியாகட்டும். அப்ப நாங்க மாத்து கொடுத்த அட்வான்ஸ் பரவாயில்ல, வாட்டி கூட கொடுத்தா சரியா போச்சு. வண்டி முன்னாடி தள்ள இல்லை. எவனுக்கு என்ன ஆச்சு?
മാറി മാറി ബ്രേക്ക് ഇല്ല. രാഘവ, രാഘവ, എന്താ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. വീണ്ടും കള്ളം പറയാൻ തുടങ്ങിയല്ലേ? ഏയ് അതല്ല കൊച്ചമ്മേ, അവളുണ്ടായിരുന്ന കാലത്ത് ഞാനിങ്ങനെ ഒന്ന് കിടന്നുപോയാൽ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചു പോയതാ. രാഘവൻ കല്യാണം കഴിച്ചതാണോ? ആ. എന്നിട്ട് അവരെവിടെ? അവോ ഇപ്പോ ഉണ്ടോ ഇല്ലയോന്ന് എനിക്കറിയില്ല. ഓടിപ്പോയി എന്നെക്കാൾ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ. രാഘവന്റെ വീടെവിടെയാ? കുറച്ച് ദൂരെ, ഒരു പട്ടിക്കാട്. നമുക്ക് പോവാം. സാറേ പോണ്ടേ? ഉറങ്ങിയെന്ന് തോന്നുന്നു. ആ തമ്പി 3 ഐസ്ക്രീം കൊടു. സീക്കിരം കൊടു. കുത്തി നിറയ്ക്കണോ? ഇതിന്റെ അടി മുഴുവൻ പൊള്ളയാ. ഇത് പൊള്ളയാ, ഉള്ള കുത്തി നിറയ്ക്കാൻ. ആ ഒന്നും പറ്റിയില്ലല്ലോ. ഭാഗ്യം. ശ്രീദേവി, നിനക്ക്? സാരമില്ല. ആദ്യം സിമ്പതി പിടിച്ചു പറ്റി, ഇപ്പതാ ഹീറോയുമായി. ഇനി ഈസിയായി. ഗോ ഹെഡ്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഞാൻ വൈകിട്ട് വരാം. അയാൾ പറഞ്ഞത് കേട്ടില്ലേ? എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ മനസ്സിലാക്കാനുള്ള ഇംഗ്ലീഷൊക്കെ എനിക്കും അറിയാം. കഴിവറട മോൻ. അടിക്കട്ടെ സാറേ അവനെ? വേണ്ട,
സാറ് രാഘവന്റെ കൂടെ പുറത്തു പോയല്ലോ. വീൽ ചെയർ അവിടെ കിടക്കുന്നു. പതുക്കെ, പേടിക്കണ്ട. അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ. സ്വാമിജി, എന്റെ ഓർമ്മശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടിയിട്ടില്ല. വിവാഹത്തിന് ശേഷമുള്ളത് കുറച്ചെങ്കിലും ഓർമ്മയുള്ളൂ. കുട്ടിക്കാലം, ഔദ്യോഗിക ജീവിതം ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല. എല്ലാം പുകയോ മഞ്ഞോ ഒക്കെ വന്ന് മൂടിയതുപോലെ. സത്യം പറഞ്ഞാൽ 2 ദിവസമായി ഞാൻ ഐജിയുടെ മുഖം ഒന്ന് ഓർക്കാൻ ശ്രമിക്കുകയാണ്, കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ മോനെ, എല്ലാം ഭേദമാകും. ക്ഷീണം തോന്നിയാലും വെറുതെ ഇരുത്തരുത്. കഴിയുന്നത്ര സമയം എന്തെങ്കിലും ചെയ്യിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ഉണ്ടാവും കേട്ടോ. അങ്ങോട്ട് ഉണ്ടാവുന്നേ, അവിടെ നോക്കാം. ഇവിടെ ഉണ്ടോ? ഇത് കൊള്ളാമല്ലോ. വലിയൊരു മീൻ. എവിടെ എവിടെ എവിടെ? യവനാ ഭർത്താവ്, IPS കാരന്. സുഖമില്ല, കിടപ്പ. മറ്റവനായിരിക്കും ഇപ്പോഴത്തെ ആള്. ഭാഗ്യവാൻ, ഉജ്ജന്മ സുഹൃതം. കിട്ടി കിട്ടി കിട്ടി. ബാബുട്ടാ, കണ്ടോ? രാഘവന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയ മീന ഞാൻ പിടിച്ചു. എന്താ? എന്തു പറ്റി? നത്തിങ്.
കുഞ്ഞെ, എന്താ? ഞാൻ എങ്ങനെ അത് പറയും? അവനെ ഞാനങ്ങ് പറഞ്ഞു വിട്ടേക്കാം. ആരെ? രാഘവനെ. കുഞ്ഞിനെ അവനെയും പറ്റി വേണ്ട. നാട്ടുകാരെ ഒന്നും എനിക്ക് പേടിയില്ല. എനിക്ക് എന്നെ അറിയാം, ബാബുവേട്ടനും എന്നെ അറിയാം. നിങ്ങൾ അടുക്കളയിലേക്ക് ചെല്ല്. കറിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്ക്. നല്ല ഉന്നം. ഇനി എന്താ സാറേ? അവിടെയല്ല, ഇവിടെ. അതൊക്കെ പിള്ളേർക്കുള്ള സാറേ. ഇങ്ങോട്ട് പോയി. എങ്ങനെയുണ്ട് സാറേ? കൊള്ളാം. പക്ഷേ പാവം ചത്തുപോയി. അത് വെറും പ്രാവ്. ഇത് എയർഗൺ. ഇക്കണക്കിന് വാർ ഫ്രണ്ടിലൊക്കെ 303, LMG, മെഷീൻ ഗണ്ണ്, ബാറ്റൻ ടാങ്ക്, മിസൈൽസ് എല്ലാം വെച്ച് എന്തോരം എണ്ണത്തിനെ വെടിവെച്ച് തകർക്കുന്നത്. വാർഫ്രണ്ടിലെ കാര്യം രാഘവൻ എങ്ങനെ അറിയാം? അത് പിന്നെ നമുക്ക് സാറേ നമുക്ക് മാർക്കറ്റിൽ പോണ്ടേ? വന്നേ വന്നേ. ഇതെങ്ങനുണ്ട് സാറേ? കൊള്ളാം. ഇതോ? ഇതെന്താ വില? 2 രൂപ. ഇതിന് കിലോ 5 രൂപ. ഇതിനെന്താ വില? ഈ പടവലങ്ങയ്ക്ക് എന്താ വില? ഒന്ന് നിന്നേ. പെമ്പിള്ളാരുടെ കക്ഷത്തിന്റെ ഇടയിൽ കൂടെ കൈയിട്ടാണോ പടവലങ്ങയുടെ വില ചോദിക്കുന്നത്? അറ്റ് പ്രസന്റ് ആനക്കാരനാ. അടി കൊണ്ട് അവനെ വിട്ടാതെ.
അയ്യേ കരിമണ്ണൂരൊരു ഭൂതത്താനുട ഭൂതപ്പൂട പറിച്ചൊരുവൻ കരിമണ്ണൂരൊരു ഭൂതത്താനുട ഭൂതപ്പൂട പറിച്ചൊരുവൻ കിളിയുടെ കണ്ണും തൊലിയും കാലും നരിയുടെ മൂക്കും പല്ലും നഖവും നെയ്യിൽ തേണ്ടി ഭുജിച്ചു വളർന്നൊരു മന്ത്രത്താൻ ചിത്താകൃത തരികിട തകതിനി ആനക്കൊമ്പിൽ തീർത്തവളെ മുത്താരം വിളി പൊന്നും തേനും കട്ടുകുടിച്ചു വളർന്നവളെ ചിത്താകൃത തരികിട തകതിനി ആനക്കൊമ്പിൽ തീർത്തവളെ മുത്താരം വിളി പൊന്നും തേനും കട്ടുകുടിച്ചു വളർന്നവളെ മന്ത്രത്താനുട മകളെ അഭിരാമി നിന്റെ കൂടോത്രപ്പുഴനാകത്താനെ കുഴലു വിളിച്ചും നൂറു കൊടുത്തും പാടിയുണർത്താൻ അമ്പോറ്റിപ്പുഴ നീന്തി ചാടി വന്നു ഞാൻ കരിമണ്ണൂരൊരു ഭൂതത്താനുട ഭൂതപ്പൂട പറിച്ചൊരുവൻ കിളിയുടെ കണ്ണും തൊലിയും കാലും നരിയുടെ മൂക്കും പല്ലും നഖവും കയ്യിൽ തീണ്ടി ഭുജിച്ചു വളർന്നൊരു മന്ത്രത്താൻ കണ്ണുമിടഞ്ഞു അവളുടെ നീലനാഗമിടഞ്ഞു കണ്ണുമിടഞ്ഞു അവളുടെ നീലനാഗമിടഞ്ഞു മന്ത്രമുണർന്നവനെത്തും മുൻപേ കൂടെ പോരടിക്കുന്നു കണ്ണാടി പൂമ്പുഴ നീന്തി നോക്കി പിന്നിൽ മന്ത്രത്താൻ ആനകേറാമല ചാടി നോക്കി പിന്നെ മന്ത്രത്താൻ കണ്ണാടി പൂമ്പുഴ നീന്തി നോക്കി പിന്നിൽ മന്ത്രത്താൻ ആനകേറാമല ചാടി നോക്കി പിന്നെ മന്ത്രത്താൻ തെക്കും വടക്കും നെട്ടോട്ടമോടി നേക്കും കിഴക്കും ചാടി മറിഞ്ഞ് തെക്കും വടക്കും നെട്ടോട്ടമോടി നേക്കും കിഴക്കും ചാടി മറിഞ്ഞ് പാടി കിതച്ചോടി എത്തുന്ന നേരത്ത് ഓമനപ്പെണ്ണൊരു ഭൂതമായി ആ നാഗത്തിരുവടി തെയ്യമായി കരിമണ്ണൂരൊരു ഭൂതത്താനുട ഭൂതപ്പൂട പറിച്ചൊരുവൻ കിളിയുടെ കണ്ണും തൊലിയും കാലും നരിയുടെ മൂക്കും പല്ലും നഖവും നെയ്യിൽ തീണ്ടി ഭുജിച്ചു വളർന്നൊരു മന്ത്രത്താൻ
രാഘവൻ. ഞാൻ എവിടെയാണ് ഇതിനു മുൻപ് രാഘവനെ കണ്ടത്? ഇവനെ ഞാൻ അറിയും. ഓക്കെ, ഡോണ്ട് വറി, ഐ വിൽ ഡു ദ നീഡ്ഫുൾ. യെസ്, ബാബുവിന്റെ കത്താണ്. അയാളുടെ ഓൺ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയിരിക്കുന്നത്. എവിടെ? താങ്ക് ഗോഡ്. പുള്ളിക്കാരന്റെ കേസ് ഡയറി ഒന്ന് അയച്ചു കൊടുക്കണമെന്ന് എഴുതിയിരിക്കുന്നത്. ഉടനെ അയച്ചു കൊടുക്കൂ. ഹറിയാർ. ഓക്കെ സാർ. സാറ് ഇവിടെ നീ എനിക്കൊരു ഉപകാരം ചെയ്യും. അയ്യോ, ഞാനില്ല. കുടിക്കരുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. സ്വാമി അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഞാനില്ല. അതല്ലടാ, ഇത് പിന്നെ വേറെയോ? ഓഫീസിൽ നിന്ന് എനിക്കൊരു പാഴ്സൽ വരും. നിന്റെ അഡ്രസ്സാ കൊടുത്തിരിക്കുന്നത്. ശ്രീദേവി അറിയരുത്. പാഴ്സലാ? ആ, കുറച്ച് ഒഫീഷ്യൽ പേപ്പേഴ്സാണ്. പോസ്റ്റ്മാൻ ഇവിടെ കണ്ടാൽ അവൾക്ക് സംശയാവും. ഞാനിപ്പോഴേ ഔദ്യോഗിക കാര്യങ്ങൾ ഇടപെടുന്നത് അവൾക്ക് ഇഷ്ടമല്ല. നീ പോസ്റ്റ് ഓഫീസിൽ പോയി വാങ്ങിയാൽ മതി. 2 ദിവസം ഞാൻ വരും. സാർ എന്നെ ഏൽപ്പിക്കുന്നതൊക്കെ ഒരുമാതിരി കള്ളപ്പണികളാണല്ലോ. അടി വരുമോ? ഇല്ലടാ. ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് എന്ന് പട്ട വാങ്ങിച്ചു കുടിച്ചിട്ട് എനിക്ക് അടിയേറ്റിയപ്പോ നോക്കിയിരുന്ന പാർട്ടിയല്ലേ. എങ്ങനെ നമ്പും? രൂപ തെരാ മസ്താന പ്യാർ മേരാ ദീവാനാ ഭൂൽ കഹീ ഹംസേ നാ ഹോ ജായേ. സാറെവിടെ? സാറെന്താ ഈ കസേരയുടെ അടിയിലാണ് ഇരിക്കുന്നത്? പറഞ്ഞ പോലെ സാറ് കസേരയുടെ അടിയിലാണ് ഇരിക്കുന്നത്. മുറിയിലുണ്ട്. മുറിയിലുണ്ടല്ലേ? രാഘവ, താങ്ക്സ്. ഇനി 2 ദിവസത്തേയും കൂടിയല്ലേ മരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വരുന്ന വഴിക്ക് സാമി എടുത്ത് കയറി. എന്തോ? വാതിലെല്ലാം അടച്ചു നോക്കിയിട്ട് കിടന്നോളൂ. ശരി കുഞ്ഞെ. വല്ലാത്ത ക്ഷീണം. കിടക്കാം. ശരി. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. അന്ന് ഐജിയുടെ മുഖം ഓർക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞല്ലോ.
ഇപ്പൊ ഓർക്കുന്നു. ആ കുറേശ്ശെ. ശ്രീദേവി, ശ്രീദേവി, uncaptured criminals. Ajayan, Krishnan Vaidya, Khadar, Radha Krishnan, Rajkumar, Anthony Isaac, Lance Naik, 56 APU, Dehradun. Murder, sentenced to hang until death and escaped from police custody. Anthony Isaac.